ഹായ് ഗായ്സ്, നമുക്കിന്ന് മാച്ചാ ലാത്തയുടെ ഒരു റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു മെഷറിംഗ് സ്പൂണാണ്. ഈ മെഷറിംഗ് സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ മാച്ചാ ലാത്തയുടെ പൗഡർ ഒന്ന് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഈ ഫ്രോത്തറാണ്. ഇതിൽ പാലൊഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കും. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓട്ട് മിൽക്കാണ്. സോ ഈ ഒരു ഫ്രോത്തറിൽ തന്നെ ഒരു അളവുണ്ട്. ആ ഒരു അളവിൽ നമുക്ക് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് കുറയാനും കൂടാനും പാടില്ല. ആ ഒരു അളവിൽ തന്നെ ഒഴിക്കാൻ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ബൈ ദ ടൈം ഈ ഒരു ഗ്ലാസ്സിൽ മാനുക്ക ഹണി, പ്രീമിയം ഹണിയാണ്, ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിലുള്ള ഏതൊരു ഹണി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രോത്തിൽ അത് അടിച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു അളവുണ്ട്. ആ ഒരു അളവനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആ ഒരു അളവുണ്ട്, ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു മാച്ചാ പൗഡർ ഉണ്ടല്ലോ, അതായത് 2 ഗ്രാം ഒരു സ്പൂൺ എന്നുള്ള ഒരു അളവ്, ആ ഒരു അളവിലാണ് പൗഡർ നമ്മളിടുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യണം. ഞാൻ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹണി ഒഴിച്ച് വെച്ചിരുന്ന ആ ഗ്ലാസ്സിലേക്ക് ഈ പാല്, അടിച്ചു വെച്ച പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ വെള്ളവും ആ മാച്ചാ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിക്സർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് കിട്ടും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ മാച്ചാ റെസിപ്പി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ദ ടൈം, ബൈ ബൈ.